നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കുളമ്പ് രോഗനിർണയ പദ്ധതി 6ാം ഘട്ടം കുത്തിവയ്പ് മെയ് 2 മുതൽ. ജില്ലാതല ഉദ്ഘാടന വെറ്റിനറി കേന്ദ്രത്തിൽ 23 വരെ വാക്സിനേറ്റർമാർ വീടുകളിലെത്തും. കുത്തിവയ്പ് സൗജന്യം. പഴയങ്ങാടിയെ മുൾമുനയിൽ നിർത്തി തീപിടുത്തം. സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. തീ പടർന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ. ഷോർട്ട് സർക്യൂട്ട് എന്ന് നിഗമനം. സമീപത്ത് പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ളവ. മേലെ ചൊവ്വ ഇറക്കവും ഗ്യാസ് പൈപ്പ് ലൈനായി എടുത്ത കുഴിയും. പതിയിരിക്കുന്നത് വൻ അപകടക്കണി. പുലർച്ചെ ചരക്ക് ലോറി കുഴിയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അനങ്ങാപ്പാറയായി അധികൃതർ. വാർത്തകൾ വിശദമായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്കുള്ള 6ാം ഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പ്രതിരോധ കുത്തിവയ്പ് മെയ് 2 മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത അറിയിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് 2 ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിക്കും. മെയ് 2 മുതൽ മെയ് 23 വരെ നടക്കുന്ന പരിപാടിയിൽ 4 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പശു, എരുമകൾക്ക് വാക്സിനേറ്റർമാർ വീടുകളിലെത്തി സൗജന്യ കുത്തിവയ്പ് നടത്തും. കുത്തിവയ്പ്പിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല. കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി സംസ്ഥാനത്ത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ലൈസൻസുകൾ, വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് കുത്തിവയ്പ് നിർബന്ധമാണ്. പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാലുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകും. കുത്തിവെക്കാൻ അനുവദിക്കാത്ത കർഷകരുടെ വിവരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. ജില്ലാ കളക്ടറാണ് പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് യൂണിറ്റിന്റെ ചെയർമാൻ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം നമ്മൾ മെയ് 2 മുതൽ 23 വരെ നടപ്പാക്കുകയാണ്. ഈ പദ്ധതി എല്ലാ പഞ്ചായത്തിലും സംസ്ഥാനത്തുടനീളം ഈ ദിവസങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മൾ ഈ മെയ് മാസം 2-ാം തീയതി 11 മണിക്ക് രാവിലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ പഞ്ചായത്ത് തലത്തിലും അന്നേ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ്. ഈ കുത്തിവയ്പ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് കുളമ്പ് രോഗത്തിൽ നിന്നുള്ള രക്ഷ നടത്തുന്നതിനും അതുവഴി നമുക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും എല്ലാം വേണ്ടി ഈ ഒരു രോഗനിയന്ത്രണ പദ്ധതി വളരെയധികം ഉപകാരപ്രദമാണ്. ഈ പദ്ധതിയിൽ 4 മാസം മുതൽ പ്രായമുള്ള കന്നുകുട്ടികളെ മുതൽ അഡ്വാൻസ് ഗർഭിണിയായിട്ടുള്ളതിനെ ഒഴിവാക്കി ബാക്കി എല്ലാ കന്നുകാലികളെയും പശുക്കളെയും എരുമകളെയും ഇതിനു വേണ്ടി കുത്തിവയ്പ് പദ്ധതിയിന് വേണ്ടി നമ്മൾ നടപ്പാക്കുക. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സന്തോഷ് കെ വി, ഡോക്ടർ ജയശ്രീ കെ എസ്, ഡോക്ടർ നിതിന കെ ബാബുരാജ്, ഡോക്ടർ പത്മരാജ് എന്നിവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറിന്റെ 116ാം ജന്മദിനത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. KPCCയുടെ പ്രസിഡന്റായിരുന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ എല്ലാ രംഗത്തും ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് ആർ ശങ്കർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 116ാം നമ്മളിവിടെ ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും പുഷ്പാർച്ചന. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, അഡ്വക്കേറ്റ് TO മോഹനൻ, K പ്രമോദ്, T ജയകൃഷ്ണൻ, ജോഷി കണ്ടത്തിൽ, ശ്രീജ മഠത്തിൽ, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, കായക്കുൾ രാഹുൽ, കൂക്കിരി രാജേഷ്, K ഉഷാകുമാരി, രാകേഷ് ബാലൻ, K മോഹനൻ, വികാസ് അത്താഴക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കേരള റിഫ്രഷർ മീറ്റും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും നടന്നു. UDT സെന്ററിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. സർവീസിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി, സർവീസിലെ പരിഷ്കരണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒന്നാമതായി സർവീസ് തന്നെ. രണ്ടാമതായി നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം. സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഒരാൾ EWS റിസർവേഷൻ എതിരാണെങ്കിലും അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറാണെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കാൻ ബാധ്യതയാണ്. എല്ലാ നിയമങ്ങളും ഭരണകൂടം സൃഷ്ടിക്കുന്ന എല്ലാ നിയമങ്ങളും നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്
അതിന്റെ കൈകാര്യകർത്താക്കളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിരിക്കും ആശയപരമായി പ്രത്യേകിച്ച് നിയമങ്ങൾ തന്നെ നിർമ്മിക്കുന്നതിൽ തന്നെ വലിയ പങ്ക് വഹിക്കുന്നവർ കൂടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മേഖലയിൽ വളരെ നിർണായകമായി ഭരണത്തിലും അതുപോലെയുള്ള മേഖലകളിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ തന്നെ സർവീസ് മേഖല എല്ലാ മേഖലകളും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അസറ്റ് കേരള ചെയർമാൻ എസ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബിലാൽ ബാബു, എ കബീർ, കെ ബഷീർ, ഡോക്ടർ അനസ്, എസ് അബ്ദുൽ ഗഫൂർ, CP രഹന, കെ ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. മരിച്ച കെ രാധാകൃഷ്ണന്റെ ഭാര്യ മാതമംഗലം സ്വദേശിനി മിനി നമ്പ്യാരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി സന്തോഷുമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിലാണ് കഴിഞ്ഞ ദിവസം മിനിയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മിനി BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. കേസിലെ മൂന്നാം പ്രതിയാണ് മിനി. 2025 മാർച്ച് 20-നാണ് കൊലപാതകം നടന്നത്. കൈതപ്പുറത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്വേഷണത്തിൽ മിനി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഒന്നാം പ്രതി സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മിനി നമ്പ്യാരും സന്തോഷും നേരത്തെ സുഹൃത്തുക്കളായിരുന്നുവെന്നും മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണനുമായി സന്തോഷിന് വ്യക്തിപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതികൾ രാധാകൃഷ്ണനെ കാത്തിരുന്ന് വകവരുത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സന്തോഷ് എയർഗണ്ണുമായി നിൽക്കുന്ന ചിത്രം തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത മിനിയെ ചോദ്യം ചെയ്യലിന് ശേഷം പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ മിനിയുടെ സുഹൃത്ത് സന്തോഷിനെയും തോക്ക് നൽകിയ സജോ ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കുളമ്പ് രോഗനിർണയ പദ്ധതി 6ാം ഘട്ടം കുത്തിവയ്പ് മെയ് 2 മുതൽ. ജില്ലാതല ഉദ്ഘാടന വെറ്റിനറി കേന്ദ്രത്തിൽ 23 വരെ വാക്സിനേറ്റർമാർ വീടുകളിലെത്തും. കുത്തിവയ്പ് സൗജന്യം. പഴയങ്ങാടിയെ മുൾമുനയിൽ നിർത്തി തീപിടുത്തം. സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. തീ പടർന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ. ഷോർട്ട് സർക്യൂട്ടെന്ന് നിഗമനം. സമീപത്ത് പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ളവ. മേലെ ചൊവ്വ ഇറക്കവും ഗ്യാസ് പൈപ്പ് ലൈനായി എടുത്ത കുഴിയും പതിയിരിക്കുന്നത് വൻ അപകടക്കണി. പുലർച്ചെ ചരക്ക് ലോറി കുഴിയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അനങ്ങാപ്പാറയായി അധികൃതർ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ പഴയങ്ങാടിയിൽ വൻ തീപിടുത്തം. സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തളിപ്പറമ്പ്, പയ്യന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ എത്തിയാണ് തീയണച്ചത്. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സൂപ്പർ മാർക്കറ്റിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 10:10 തീ പടർന്നത്. തീപിടുത്തം അറിഞ്ഞ് വൻ ജനാവലിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. സൂപ്പർ മാർക്കറ്റിന് സമീപം പെട്രോൾ പമ്പ്, ATM കൗണ്ടർ, കാനറ ബാങ്ക് എന്നിവയുമുണ്ട്. സൂപ്പർ മാർക്കറ്റ് പൂർണ്ണമായും കത്തി നശിച്ചു.
മുകൾ നിലയിൽ കാനറ ബാങ്ക് പഴയങ്ങാടി ശാഖയും പ്രവർത്തിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അറിയപ്പെടുന്നു. പയ്യന്നൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സിറ്റി ന്യൂസ് കണ്ണൂർ. പുഴാതി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകവും നിറമാല മഹോത്സവവും ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കാഞ്ഞിരത്തറ ആക്റ്റീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പാൽ സൊസൈറ്റി ദേശവാസികളും സംയുക്തമായാണ് കലവറ നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പുഴാതി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സഹസ്ര കുംഭാഭിഷേകത്തിനും നിറമാല മഹോത്സവത്തിനും ഏപ്രിൽ 29-നാണ് തുടക്കമായത്. 29-ന് ക്ഷേത്രം പ്രതിഷ്ഠാ തന്ത്രി പന്നിയോട്ടിയില്ലം മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം. വൈകിട്ട് 5:30-നാണ് കാഞ്ഞിരത്തറ ആക്റ്റീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പാൽ സൊസൈറ്റി ദേശവാസികളും സംയുക്തമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടത്തിയത്. പൂലോത്തുവളപ്പ് ഗുരുസ്ഥാനത്തിൽ നിന്നായിരുന്നു ഘോഷയാത്ര പുറപ്പെട്ടത്. കുളങ്ങാട്ട് കലാസമിതി അവതരിപ്പിച്ച ശിങ്കാരി മേളത്തോടു കൂടിയായിരുന്നു ഘോഷയാത്ര. ബാലികാ ബാലന്മാരുടെ താലപ്പൊലിയും അനുഗമിച്ചു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, പ്രസാദ സദ്യ, നൃത്യങ്ങൾ എന്നിവയും നടന്നു. ഇന്ന് രാവിലെ ഉഷപൂജ, ഗണപതി ഹോമം, നാമജപം എന്നിവയും നടന്നു. വൈകിട്ട് ദീപാരാധന, മാതൃസമിതിയുടെ തിരുവാതിര കളി, തുടർന്ന് ലാസ്യസന്ധ്യ, പ്രസാദ സദ്യ എന്നിവയും നടക്കും. മെയ് 1 വ്യാഴാഴ്ച സഹസ്ര കുംഭാഭിഷേകവും നിറമാല മഹോത്സവവും നടക്കും. ക്ഷേത്ര സമുദായ തന്ത്രി അരക്കൽ പ്രജിത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാവും ചടങ്ങുകൾ. രാവിലെ 5:30-നാണ് സഹസ്രനാമ ജപം നടക്കുക. തുടർന്ന് ഉഷപൂജ, കലശാട്ട്, ഗണപതി ഹോമം, നവക പൂജ, തുടർന്ന് സഹസ്ര കുംഭാഭിഷേകവും നടക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുണ്ടേരിപ്പുഴയിൽ തോണി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെക്കിക്കുളം പാറ സ്വദേശി ഷർഫുദ്ദീനാണ് മരിച്ചത്. മുണ്ടേരിപ്പുഴയുടെ കാനച്ചേരി ഭാഗത്ത് മീൻ പിടിക്കുന്നതിന് വലയിടാൻ പോയപ്പോഴാണ് തോണി മറിഞ്ഞ് ഷർഫുദ്ദീനെ കാണാതാവുന്നത്. രാത്രി മുണ്ടേരി പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് തോണി മറിഞ്ഞ് അപകടം സംഭവിച്ചത്. വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വലയിടാൻ പോയത് അറിഞ്ഞത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടെ നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിക്കുകയും പുലർച്ചെ 1 മണിയോടെ തിരച്ചിൽ നിർത്തുകയും ചെയ്തു. ഇതിനിടെ തോണി കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെ തോണിക്കാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മുണ്ടേരിക്കടവ് 3-ാം തോട് ഭാഗത്തു നിന്ന് 7 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഷർഫുദ്ദീന്റെ പിതാവ് മുഹമ്മദ് കുട്ടി, മാതാവ് ഖദീജ, ഭാര്യ ഷംസീറ, 2 പെൺമക്കളുമുണ്ട്. തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന വാർഷികവും തിരുവപ്പന മഹോത്സവത്തിന്റെയും ഭാഗമായി തോട്ടട വെസ്റ്റ് ദേശവാസികൾ ഇന്ത്യൻ സൈനികരുടെ ദീർഘായുസ്സിനായി മുത്തപ്പൻ ദേവന് ചുറ്റുവിളക്ക് സമർപ്പണം നടത്തി. റിട്ടയർഡ് ഹോണററി ക്യാപ്റ്റൻ ശ്രീധരൻ നേതൃത്വം നൽകി. പടിഞ്ഞാറ് ഭാഗം അഭിമുഖമായിട്ടുള്ള അപൂർവം മുത്തപ്പൻ ക്ഷേത്രങ്ങളിലൊന്നാണ് തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രം. മുന്നിൽ ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും പിന്നിൽ കാനോത്ത് ശാസ്തപ്പൻ ക്ഷേത്രവും ചേരുന്ന പുണ്യഭൂമി. നമ്മെ കാക്കുന്നത് ദൈവമാണെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ സദാസമയവും കാവലിരുന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് വീര സൈനികരാണ്. നമ്മുടെ സൈനികർക്ക് എന്തിനേയും നേരിടാനുള്ള കരുത്തും ദീർഘായുസ്സും നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും വന്നു ചേരാൻ വിളിപ്പുറത്തുള്ള മുത്തപ്പദേവന് ദീപസമർപ്പണം നടത്തുകയാണ് നാട്ടുകാർ. നമ്മുടെ ഈ തോട്ടട ഏരിയയിലുള്ള എല്ലാ എക്സ് സർവീസ്മെനും തീർച്ചയായും ഒരു അഭിമാനമായ മുഹൂർത്തമാണ്. നമ്മളെ ഈ ഭാരവാഹികൾ ഇവിടെ വന്ന് ചുറ്റുവിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞതും നമുക്ക് വരാൻ സാധിച്ചതിനും വളരെ അഭിനന്ദനം ഇതുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നും ദിനരാത്രി 24 മണിക്കൂറും ജീവൻ പണയം വെച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മുത്തപ്പൻ സന്നിധിയിൽ വെച്ചിട്ട് എന്നും അവർക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, നല്ല രാജ്യത്തെ സേവിക്കാനുള്ള എല്ലാ വിധിയും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്. മുത്തപ്പൻ കെട്ടിയാട്ടം, ചുറ്റുവിളക്ക്, ദീപസ്തംഭം, പൈങ്കുറ്റി, തിരുവപ്പന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീര ജവാന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദീപസമർപ്പണമാണ് തോട്ടട വെസ്റ്റ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെട്ടത്. പൗരബോധം എല്ലാവർക്കും, നമ്മൾക്ക് മാത്രമല്ല, ഈ പദ്ധതി കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളിലും ഈ സന്ദേശം എത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും നടക്കുകയും
അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങൾ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പൗരബോധം വളർത്തുന്നതിന് വേണ്ടിയും ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്ന ജവാന്മാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമ്മുടെ ജവാന്മാർക്കുണ്ടാവും എന്ന് പറയുന്നു. ഓണററി ലഫ്റ്റനന്റ് രാജൻ, കോണറി നായക് സുബേദാർ രാമദാസൻ, നായക് പുരുഷോത്തമൻ, നായക് അശോകൻ, സുബേദാർ രതീശൻ, സിപോയ് ഷിംജിത്ത്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ, ക്ഷേത്ര സെക്രട്ടറി സനോജ് തുടങ്ങിയവർ ക്ഷേത്രാങ്കണത്തിൽ സന്നിഹിതരായി. തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ഈ ചുറ്റുവിളക്ക് നമുക്ക് സമൂഹത്തിൽ വേറൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഇത്രയധികം സൈനികരെ ബഹുമാനിക്കുകയും ഇന്ത്യൻ സൈനികരെ ബഹുമാനിക്കുകയും ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പാടുപെടുന്നവരാണവർ. അവരെ ബഹുമാനിക്കും, അവർക്കുള്ള അംഗീകാരം നൽകുകയും ചെയ്ത ക്ഷേത്ര ഭാരവാഹികളോട് ഈ നാടിനുള്ള കടപ്പാട് തന്നെയുണ്ട്. തീർച്ചയായും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ മേലേച്ചുവ ഇറക്കത്തിൽ ചരക്ക് ലോറി കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം. ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് പുലർച്ചെ മറിഞ്ഞത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗ്യാസ് പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയിൽ ലോറി മറിയുകയായിരുന്നു. ഇവിടം അപകടക്കണിയാവുമെന്ന് സിറ്റി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മേലേച്ചുവ ഇറക്കം പലതവണ അപകടങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. മിക്കപ്പോഴും ഭാരം കയറ്റി വരുന്ന ചരക്ക് ലോറികളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. വളവും ഇറക്കവും ഒരുമിച്ച് വരുന്ന ഇടമായതിനാലും രാത്രി സമയങ്ങളിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്തതും ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയാണ് ഇവിടെ വില്ലനാവുന്നത്. നിയന്ത്രണം തെറ്റുന്ന ലോറികൾ കുഴികളിലേക്കാണ് ആഴ്ന്നുപോകുന്നത്. പുലർച്ചെ സംഭവിച്ചതും ഇതുതന്നെയാണ്. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്ക് പറ്റിയില്ല എന്നത് ആശ്വാസവഹമാണ്. അതേസമയം ഫുട്പാത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്രികർ ഭീഷണിയിലാണ്. വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. ഗതാഗതക്കുരുക്ക് ഏറെയുള്ള സ്ഥലം കൂടിയാണിത്. വളവും ഇറക്കവുമുള്ള ഈ ദേശീയപാത വഴി നിരവധി വാഹനങ്ങളാണ് അനുദിനം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും ഏറെയാണ്. തൊട്ടുമുന്നിൽ റോഡ് സൈഡിലായി ഗ്യാസ് പൈപ്പ് ലൈനിനായി എടുത്ത കുഴി മാസങ്ങളായി നികത്താതെ കിടക്കുന്നുമുണ്ട്. ഇവിടെയാണ് ലോറി ഇന്ന് മറിഞ്ഞത്. ഈ അപകടക്കെണി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. എന്നിരുന്നിട്ടും അധികൃതർ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. വലിയൊരു അപകടം സംഭവിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഈ അപകടവളവും നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കീഴല്ലൂർ പഞ്ചായത്തിലെ വെള്ളിയാമ്പറമ്പിൽ 20-ലധികം ചാക്കുകളിലായി 50,000-ലേറെ കാലാവധി കഴിയാത്ത ഗർഭനിരോധന ഉറകളും ലൂബ്രിക്കന്റ് പാക്കറ്റുകളും ലൈംഗിക രോഗനിർണയ കിറ്റുകളും തള്ളിയതിൽ വഴിത്തിരിവ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ വിതരണത്തിനായി എത്തിച്ചവയാണ് മാലിന്യത്തിൽ തള്ളിയതെന്ന് കണ്ടെത്തി. കണ്ണൂർ ആസ്ഥാനമായുള്ള കമ്മ്യൂണിറ്റി തല സംഘടനയായ സ്നേഹതീരത്തിന് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5,000 രൂപ പിഴ ചുമത്തി. 2 ആഴ്ച മുമ്പാണ് കാലാവധി കഴിയാത്ത ഉപയോഗയോഗ്യമായ ഗർഭനിരോധന ഉറകളും ടെസ്റ്റിംഗ് കിറ്റുകളും വൻതോതിൽ വെള്ളിയാമ്പറമ്പിൽ തള്ളിയതായി ചാനലുകളിൽ ഉൾപ്പെടെ വാർത്തകൾ വന്നത്. വിവിധ തലങ്ങളിൽ പരിശോധനകൾ നടന്നുവെങ്കിലും ആരാണ് ഈ കൃത്യം നടത്തിയത് എന്നതിനെക്കുറിച്ച് സൂചനകൾ ഒന്നും ലഭിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി മാലിന്യം തള്ളിയവരെ തിരിച്ചറിഞ്ഞത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സുരക്ഷ MSM മെൻ സെക്സ് മെൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 1300ഓളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് HIV പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിതരണം ചെയ്യേണ്ടിയിരുന്ന 10,000-കണക്കിന് ഉറകളും ലൂബ്രിക്കന്റ് സാഷേകളും പരിശോധന കിറ്റുകളുമാണ് പലതവണയായി വെള്ളിയാമ്പറമ്പിൽ തള്ളിയത്. മാലിന്യം വീണ്ടെടുത്ത് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ ഏജൻസിയായി ഇമേജിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കാനും അതിന് ചിലവാകുന്ന തുക ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനും ജില്ലാ സ്ക്വാഡ് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ M. ലജി, ഷെരീഖുൽ അൻസാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിജിൽ AN എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ പ്രസ് ക്ലബ് മെയ് 2, 3, 4 തീയതികളിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന JVL സീസൺ 6-ൽ മത്സരിക്കുന്ന കണ്ണൂർ ടീമിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കാർഡിയോളജി ഹെഡ് ഡോക്ടർ P. രവീന്ദ്രൻ പ്രകാശനം ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ് കോച്ച് ഹേമന്ത് കുമാർ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ വോളിബോൾ ടൂർണമെന്റ് അതിന്റെ ഭാഗമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിന് സാധിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ കണ്ണൂർ പ്രസ് ക്ലബിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കിംസ് ഹോസ്പിറ്റലിൽ എന്റെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുന്നു.
ഒഫീഷ്യൽ ജേഴ്സി പി സന്ദീപ് ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KUWJ സംസ്ഥാന സമിതി അംഗം പ്രശാന്ത് മുത്തലത്ത്, ഷമീർ ഊർപ്പള്ളി, ജയദീപ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും ട്രഷറർ സതീശൻ കെ നന്ദിയും രേഖപ്പെടുത്തി. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും സർവീസിൽ നിന്നും വിരമിക്കുന്ന SI വിനോദ് കുമാറിന് സ്റ്റേഷനിൽ വെച്ച് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി. ചക്കരക്കൽ SHO MP ആസാദ് ഉദ്ഘാടനം ചെയ്തു. ആണുങ്ങളാണെങ്കിൽ രാവിലെ ഒന്ന് ഷേവ് ചെയ്തു കുളിച്ച് നമ്മളൊരു ഡ്യൂട്ടിക്ക് വരുന്നവരാണ്. ഇപ്പോൾ ഒരു റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റ് ഷേവ് ചെയ്യുന്നില്ല. 10 മണിയായിട്ട് കഴിഞ്ഞ ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ട് കുളിക്കുക, വെള്ളത്തിൽ ചൂടായി എന്ന് പറഞ്ഞിട്ട് ചോറ് നിന്നിട്ട് കുളിക്കുക. അന്ന് കുളിയും ഉറക്കം കൊണ്ട് ദിവസം പോകുമ്പോൾ അയാൾ വയസ്സനായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന രീതിയിലേക്ക്, രാവിലെ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക്. ഇനി ലീവ് ഇറങ്ങിയത് ഇപ്പം കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ ഇതുവരെ ലീവ് കൊടുക്കേണ്ടത് ഞാനായിരുന്നു, ഇപ്പം ലീവ് കൊടുക്കേണ്ടത് കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാ ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതം അവിടെ നിന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ഈ ഒരു ഒഴുക്കിനോടൊപ്പം തന്നെ അത് ഏത് മേഖല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല എന്തായാലും ഇല്ല, സംഗീതമായാലും അല്ലെങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മുടെ ജീവിതം പറിച്ചു നടുന്ന ഒരു രീതിയിൽ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആ സമൂഹവുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലേക്ക് നമ്മൾ മാനസികമായിട്ട് മാറേണ്ട ഒരു അവസ്ഥ ആണ് ഇനി വരാൻ പോകുന്നത്. അഡീഷണൽ SI പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ASI T അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ASI C ഷാജി, KPOA ജില്ലാ കമ്മിറ്റി മെമ്പർ SI പ്രേമരാജൻ, ASI ഷാജു, CPO സിസിജ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇന്റർനാഷണൽ കൂട്ടായ്മയായ BNI കഴിഞ്ഞ 4 വർഷത്തിനിടെ ജില്ലയിൽ നടത്തിയ ക്രിയാത്മകമായ പ്രവർത്തനത്തെ തുടർന്ന് 1000 കോടിയുടെ ബിസിനസ് നേട്ടം കൈവരിച്ചതായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് നൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മെയ് 3-ന് നാനാർ അക്കാദമിയിൽ BNI സക്സസ് എന്ന പേരിൽ കാലത്ത് 10 മണി മുതൽ ആഘോഷ പരിപാടികൾ നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 4 മണിക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻസ് ചാപ്റ്ററാണ് ഇത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3 മാസം മുമ്പ് നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും, നേരത്തെ പറഞ്ഞു ഞങ്ങൾ ചെയർമാൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനകത്തോട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേഷന് വേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. നേരിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്യും. 8:30 to 9:30 വരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷനാണ്. നമ്മുടെ BNI മെമ്പേഴ്സിനും ഫാമിലിക്കുമാണ് മാത്രമാണ് എൻട്രി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന മധു ഭാസ്കർ സാറിൻ്റെ ബിസിനസ് ട്രെയിനർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സാറിൻ്റെ ഒരു ട്രെയിനിങ് ആണ് 8:30 to 9:30 രജിസ്ട്രേഷൻ, 9:30 to 10:30 നമ്മുടെ BNI എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരുപാട് റെക്കഗ്നീഷൻ കൊടുക്കാണ്ട് ഈ 1000 കോടി എത്താൻ വേണ്ടി ചില മെമ്പേഴ്സ് വലിയ എമൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റെക്കഗ്നീഷൻ ഉണ്ട്. ആ ഒരു ഫോർമൽ ഇനാഗുറേഷനും റെക്കഗ്നീഷനും രാവിലെ 9:30 to 10:30. 10:30 to 1 o'clock 2.5 മണിക്കൂർ മധു ഭാസ്കർ സാറിൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് ശേഷം 1 to 3 നമ്മുടെ 15 ചാപ്റ്റർ ഉണ്ട്. ഈ 15 ചാപ്റ്ററിൻ്റെയും ഓരോ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ 3 to 4 ഫ്രഷ് ടോം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാത്യു ജോസഫ് ഫ്രഷ് ടോമിൻ്റെ ഓണറാണ്. കേരളത്തിലും ഇന്ത്യയിലും പുറത്തും അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്. 4 to 5. പിന്നെ 3 to 4 5 o'clock CM പങ്കെടുത്തിട്ടുള്ള ഇനാഗുറേഷൻ ഉള്ളത്. 4 to 5. അപ്പോൾ 4 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതിനകത്ത് പിന്നെ പങ്കെടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, പിന്നെ നമ്മുടെ കളക്ടർ അരുൺ K വിജയൻ IAS, പിന്നെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS. ഇവരാണ് നമ്മുടെ ഇനാഗുറേഷനായിട്ട് ബന്ധപ്പെട്ട് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് തുടങ്ങിയവർ സംബന്ധിക്കും. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഗായിക റിമി ടോമി നയിക്കുന്ന മ്യൂസിക് ഷോ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ശൈലേഷ് വെള്ളാത്ത്, പ്രവീൺ തോമസ്, സ്മിത മോഹൻ, മനോജ് കുമാർ C, അബ്ദുള്ള ഇത്താസി, സയ്യിദ് വാക്കിഫ്, ആബിദ് A എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,980, പവന് 71,840, വെള്ളി 109 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കുളമ്പ് രോഗനിർണയ പദ്ധതി 6ാം ഘട്ടം കുത്തിവയ്പ് മെയ് 2 മുതൽ. ജില്ലാതല ഉദ്ഘാടന വെറ്റിനറി കേന്ദ്രത്തിൽ 23 വരെ വാക്സിനേറ്റർമാർ വീടുകളിലെത്തും. കുത്തിവയ്പ് സൗജന്യം. പഴയങ്ങാടിയെ മുൾമുനയിൽ നിർത്തി തീപിടുത്തം. സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. തീ പടർന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ. ഷോർട്ട് സർക്യൂട്ട് എന്ന് നിഗമനം. സമീപത്ത് പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ളവ. മേലെ ചൊവ്വ ഇറക്കവും ഗ്യാസ് പൈപ്പ് ലൈനായി എടുത്ത കുഴിയും പതിയിരിക്കുന്നത് വൻ അപകടക്കണി. പുലർച്ചെ ചരക്ക് ലോറി കുഴിയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അനങ്ങാപ്പാറയായി അധികൃതർ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.